വളരെ ലളിതമായ ഒരു ചിന്ത ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം. एक बहुत ही आसान सा विचार हम मिलकर आज शाम चिंतन करेंगे, विचार विमर्श करेंगे അതിന് ആധാരമായി ഒരു തിരുവചന ഭാഗം വായിക്കാം. और उसके लिए हम एक प्रभु के वचन का भाग पढ़ेंगे. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാമത് വചനം. और वो है गलातियों की पत्री, उसका 6वां अध्याय और 14वां वचन. पर ऐसा न हो कि मैं अन्य किसी बात का घमंड करूं, केवल हमारे प्रभु यीशु मसीह के क्रूस का, जिसके द्वारा संसार मेरी दृष्टि में और मैं संसार की दृष्टि में क्रूस पर चढ़ाया गया हूं. Praise the Lord. हालेलुया. വളരെ സുപ്രധാനമായ ഈ വിഷയത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. एक बहुत ही महत्वपूर्ण विषय की ओर मैं आपका स्वागत करना चाहूंगा. ഈ ക്രൂശിനെ കുറിച്ചുള്ള പ്രസംഗം പലപ്പോഴും ആളുകൾ ആലോചിക്കാറുണ്ട്, ഇത് സഭയ്ക്ക് പുറത്ത് പറയേണ്ടതാണ്. क्रूस का वचन जो है अक्सर कई लोग मनन करते हैं, इसकी वास्तव में आवश्यकता कलीसिया के बाहर प्रचार की है. ഏത് ഘട്ടത്തിലും ഏതിടത്തും പ്രസംഗിക്കുന്ന വചനമാണ് ക്രൂശ്. हर जगह और हर समय प्रचार किया जा सकने वाला और प्रचार जिसका अनिवार्य है, एक ऐसा विषय है क्रूस का वचन. പരമ്പരാഗതമായ ചില കോൺസെപ്റ്റുകളെ അല്ലെങ്കിൽ ചിന്താധാരകളെ ഒരുപക്ഷെ മുൻനിർത്തി ആവില്ല എന്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുക. मैं यहाँ पर परंपरागत जितनी भी अवधारणाएं हैं उनके निहित शब्दों को नहीं, कोशिश रहेगी कि मैं आप तक पहुंचाऊं. നമുക്ക് ഈ വചനത്തിന്റെ ഈ ക്രൂസിനെ പറ്റി അല്പനിമിഷം ഒന്ന് ചിന്തിക്കാം. क्रूस के बारे में, क्रूस पर रहकर हम कुछ समय विचार विमर्श करना चाहेंगे. ഈ ക്രൂസ് എന്നാണ് ഹിന്ദിയിലും വായിച്ചു കേൾക്കുന്നത്. ഹിന്ദിയിലും അങ്ങനെയാണ്. क्रूस दोनों हर भाषा में क्रूस ही शब्द है. ഈ ക്രൂസ് എന്ന പദം വന്നത് ക്രക്സ് എന്ന ഒരു ലത്തീൻ പദത്തിൽ നിന്നാണ്. क्रूस शब्द एक लातीनी शब्द क्रक्स से निकला हुआ शब्द है. ഈ ക്രക്സിന്റെ इंग्लिश ആണ് ക്രോസ്. और क्रस से ही अंग्रेजी में क्रोस निकला है. അത് നമ്മുടെ ചില ഭാഷകളിലേക്ക് വരുമ്പോൾ और जब हम हमारी भाषाओं में आते हैं, അതിന് ക്രൂശ്, കുരിശ് എന്നൊക്കെ ട്രാൻസ്ലിറ്ററേഷൻ ഉണ്ടായി. तो उसका हम अनुवाद क्रूस के तौर पर देख सकते हैं. ഇതിന്റെ ശരിക്കുള്ള ഗ്രീക്ക് ശബ്ദം സ്റ്റാ우റോസ് എന്നാണ്. और यूनानी शब्द स्टाउरोस है इसके लिए उपयोगी. ഈ സ്റ്റാ우റോസ് എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം ദണ്ഡന സ്തംഭം അഥവാ ദണ്ഡന തടി എന്നാണ്. और स्टाउरोस का अर्थ है सजा देने वाला खंबा. അത് നിങ്ങളും ഞാനും കണ്ടു പരിചയിച്ച തരത്തിലെ ക്രൂശ് അല്ല ചരിത്രത്തിലെ ക്രൂശ്. हम जिस क्रूस को देखते आए हैं वैसा नहीं है वास्तव में ऐतिहासिक क्रूस. നമ്മൾ കണ്ടത് ചതുര വടിവുള്ള മനോഹരമായി ഒരു ആശാരി പണി കഴിപ്പിച്ച് നല്ല അട്രാക്റ്റീവായി തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കുരിശാണ്. हमने जो क्रूस देखे हैं वो बहुत ही एक चौकोर आकार में तनों को काटकर क्रूस की आकृति में बढ़ई के द्वारा खूबसूरत तरीके से बनाए गए क्रूस को हमने आज तक देखा है. റോമിൽ അടിമകൾക്ക് നിർണയിച്ചിട്ടുള്ള ശിക്ഷാവിധിയാണ് ക്രൂശ്. അതുകൊണ്ട് ഇത്രയും അലങ്കാരങ്ങളൊന്നും യഥാർത്ഥ ക്രൂശിനില്ല. और एक जो गुलामी में थे उनके द्वारा किए जाने वाले अपराधों की सजा देने के लिए उपयोग में आता था, तो इतना आकर्षण तो उसमें कभी लेने की जरूरत नहीं थी. ഒരു ക്രൂശിന്റെ നിർമ്മിതിക്ക് ഒരു ആശാരിയുടെ സാന്നിധ്യമേ ആവശ്യമില്ല. एक क्रूस को बनाने के लिए किसी कारीगर की अथवा बढ़ई की आवश्यकता पड़ती ही नहीं थी. രണ്ട് ഭാഗങ്ങളാണ് ഒരു ക്രൂശിന്. क्रूस के दो हिस्से हैं. ഒന്ന് ലംബമാക്കി നിർത്തിയിട്ടുള്ള വെർട്ടിക്കലാക്കി നിർത്തിയിട്ടുള്ള അതിന്റെ സ്റ്റെമ്മാണ്. और एक उसका मुख्य तना जो ऊपर से नीचे की ओर है. ഈ കുത്തനെ നിർത്തുന്ന ആ തടിക്ക് ഒരു പേര് പറയും സിംപ്ലക്സ്. और उस ऊपर से नीचे खड़े खंबे को सिंप्लेक्स शब्द कहते हैं. വിലങ്ങൻ തടിയുണ്ട്, അതിന്റെ പേര് പറയുന്നത് പാറ്റിബുലം എന്നാണ്. और एक क्षैतिज आकार में छोटा तना लगता है जिसका नाम पैटीज कहते हैं. ഈ സിംപ്ലക്സ് ചുമക്കുന്ന പതിയൊന്നുമില്ല.
ये सिंप्लेक्स को उठाकर नहीं ले जाया जाता था, ഈ വിലങ്ങൻ തടിയായ പാറ്റിബുലമാണ് ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ട് ചുമക്കേണ്ടത്. लेकिन जिसको पैटिगुलम कहते हैं उस क्षैतिजीय तने को दंड के आधार पर उठाकर ले जाया करते थे, അത് ചതുരവടിവുള്ള മരത്തടിയൊന്നും അല്ല. और वो चौकोर आकार में बनाया गया एक अच्छा तना नहीं था, അതൊരു ഉരുളൻ പരുക്കൻ മരമാണ്. और वो एक गोल भारी भरकम तना था, അത് തോളിലേക്ക് വെച്ചിട്ട് കയർ കൊണ്ട് രണ്ട് അഗ്രവും കെട്ടണം. और उसे कंधे पर रखकर आगे के भागों से रस्सियों में बांध दिया जाता था. കൈയോട് ചേർത്ത് അത് കെട്ടുന്നതോടുകൂടി ക്രൂശിക്കാൻ നിയോഗിക്കപ്പെടുന്നവൻ ബന്ധനസ്ഥനായി കഴിയും. और जैसे ही हाथों में रस्सियों से बांधते थे, क्रूस सा रोपित जो व्यक्ति था वो बंधुआई में आ जाता था. ഇനി ആ സ്റ്റെം ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ സിംപ്ലക്സ്, और जो दूसरा भाग जो स्टेम तना है सिंप्लेक्स, ഈ സിംപ്ലക്സ് മുൻകൂട്ടി തന്നെ ക്രൂശിക്കാൻ നിർണയിച്ചിട്ടുള്ള സ്ഥലത്ത് ഔദ്യോഗികമായി തന്നെ എത്തിക്കണം. और ये सिंप्लेक्स पूरी औपचारिकताओं के साथ में जहां पर क्रूस पर चढ़ाया जाता था वहां पहुंचा देना जरूरी होता था. നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ക്രൂശ് കുറെയൊക്കെ അതിശയോക്തിപരമായിട്ട് ഭാവനക്കിണങ്ങും വിധമൊക്കെ വരച്ചതോ ഉണ്ടാക്കിയതോ ആണ്. और हम जिस क्रूस को देखते आए हैं वो तो मात्र मनुष्य की कल्पनाओं में बनाए गए कुछ खूबसूरत तस्वीरों का भाग है. ഇതാണ് അതിന്റെ യഥാർത്ഥ രീതി. ये लेकिन जो असलियत मैंने बताई वो ये है. ഇനി ഒന്ന് രണ്ട് തെറ്റുകൾ കൂടി തിരുത്തി ഉള്ളടക്കത്തിലൊക്കെ വരാം. मैं कुछ एक दो गलत फहमियों को भी सही करके अपने विषय की ओर आऊंगा. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? सब लोग ध्यान से सुन रहे हैं. ഇടയ്ക്ക് ഒരു ആന്റി എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഉറക്കം കിട്ടുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. एक बार एक आंटी ने कहा कि नींद नहीं आ रही है, प्रार्थना कीजिएगा पादरी साहब. ഞാൻ പറഞ്ഞു, ഈ പ്രസംഗം ഒരു 1.5 മണിക്കൂർ കേട്ടാൽ മതി, ഉറങ്ങും. तो मैंने बोला कि 1.5 घंटा मेरा सुन लीजिएगा, आज सो जाएंगे. ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി. सोना चाहते हो ध्यान से सुनते रहना. ചില ആൾ പറയാറുണ്ട്, ആളുകൾ ഉറങ്ങുമ്പോൾ അവർക്കൊരു ഉണർവ് വരാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യണം. और कहते हैं कि जब नींद आती है तो कम से कम जगाए रखने के लिए कुछ बेदारीजनक होना चाहिए ना. അങ്ങനെ ഉണർവ് വരാൻ വേണ്ടി പ്രസംഗകർ സാധാരണ ചെയ്യുന്നത് ഈ വാക്കുകളിൽ ഒരു വൈബ്രേഷൻ ഒക്കെ ഇട്ട് പറയും. तो जो नींद भगाने के लिए प्रचारक पता क्या करते हैं, शब्दों के बीच में थोड़ा कंपन भी भर देते हैं. ഞാൻ അല്പം കഴിഞ്ഞ് അങ്ങനെ ഇട്ട് പറഞ്ഞോളാം. मैं थोड़ी देर में मेरी बातों में कंपन आपको भी लगने लग जाएगा. നിങ്ങളോട് സഹകരിച്ചാൽ മതി. तो बस थोड़ा सहने के लिए तैयार रहना. അപ്പോൾ ഇപ്പൊ നമുക്ക് തൽക്കാലം ഇതിന്റെ ആമുഖം ഒന്ന് ഗ്രഹിക്കണ്ടേ? और शुरुआत में हमें केवल प्रस्तावना परिचय थोड़ा समझ लें, फिर आगे चलते हैं. ഏകാഗ്രതയോടിരിക്കണം. बड़े बड़े ध्यान मग्न होकर बैठे. മാത്രമല്ല, ഞാൻ ഈ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു പറയിപ്പിക്കുന്ന ഒരാളല്ല. और इतना ही नहीं है, मैं हल्लेलुया धन्यवाद कहकर कहलवाना पसंद नहीं करता. അത് കുഴപ്പമൊന്നുമില്ല. कहना गलत नहीं है. ഈ പറഞ്ഞു പറയിപ്പിച്ചാൽ അത് കേൾക്കുന്ന ആളിന് എന്ത് തോന്നും? कहकर कहलवाएं तो सुनने वाले को कैसा लगेगा? സ്വന്തം നിലയിൽ പറഞ്ഞാൽ കേൾക്കുന്ന ആളിന് എന്ത് തോന്നും? यदि अपने आप कहें तो सुनने वाले को कैसा लगेगा? എല്ലാ നന്ദികരത്തിലും സ്വന്തം ഹൃദയത്തിൽ നിന്നായിരിക്കണം. सब धन्यवाद के शब्द दिल से निकलने चाहिए. സന്തോഷമല്ലേ? खुश हुए आप? ശ്രദ്ധയോടിരിക്കണം. बड़े ध्यान से सुनते रहें. നമ്മൾ ഉറങ്ങി നോർത്തും എനിക്ക് വിരോധമില്ല. और यदि सो भी जाए तो मुझे कोई दिक्कत नहीं है. നാളുകൾക്കപ്പുറത്ത് ഞങ്ങളുടെ റസൽ സാറിന്റെ ഒക്കെ നാട്ടില് ഞാൻ ഒരു ദൈവാസന്റെ സഹായിയായിട്ട് ഒപ്പം പോയി. ചെറുപ്പത്തിലാണ്. बचपन की कोई बात है, रसल सर जहाँ पे रहते हैं वहां पे एक भाई के साथ मैं मदद करने के लिए गया. എനിക്കൊരു 15 മിനിറ്റ് ആമുഖമായിട്ട് സംസാരിക്കാൻ തന്നു. और मुझे वहां पर 15-20 मिनट प्रस्तावना के तौर पर, परिचय के तौर पर बोलने को कहा. ഞാനിങ്ങനെ ഒരു ശാന്തമായി സംസാരിക്കുന്ന ഒരു ടെസ്റ്റ് ബാറ്റ്സ്മാനാണ്. और मैं बड़े ही आराम से बोलने वाला टेस्ट बैट्समैन हूं. ഇതൊക്കെ 2020 ആണ്. हम जैसे 2020 वाले हैं, बल्लेबाज हैं. പെട്ടെന്ന് റൺ സ്കോർ ചെയ്യും. जल्दी जल्दी रन बना लेते हैं. അപ്പൊ ഞാൻ ഈ 15 മിനിറ്റ് അത്യാവശ്യം സംസാരിച്ചിരുന്നപ്പോ എന്നെ കൊണ്ടുവന്ന ഒരു നല്ല ദൈവാസനാണ്. और मुझे एक अच्छे दास लेकर गए थे. मैंने 15-20 मिनट बात करी. ഒരു ഗുരുസ്ഥാനീയനായ മനുഷ്യനാണ്. और बहुत ही एक अच्छे व्यक्ति थे वो. വളരെ നല്ല പവർഫുൾ ആണ്. और बहुत ही ताकतवर थे. നല്ല എനർജറ്റിക് ആണ്. अच्छे ऊर्जावान थे. അപ്പോൾ ഞാൻ പ്രസംഗിച്ചപ്പോ ഒരു അമ്മച്ചി ആ പിന്നിലിരുന്ന് ഉറപ്പാ. और जब मैं प्रचार कर रहा था तो पीछे एक माता पीछे बैठ सो रही थी. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. मैंने कोई डांट डपट नहीं की. അവിടെ ഇദ്ദേഹം അങ്ങനെ വിട്ടില്ല.
और लेकिन इन्होंने छोड़ा नहीं, അത് ശരിയാണ്, ചൂടായി, वो गर्म हो गए, गुस्सा हो गए, വല്ലാതെ അതൊക്കെ പറഞ്ഞു. वो बहुत कुछ उन्होंने कहा। എന്തിനാ ഈ വേഷം കെട്ടെന്നൊക്കെ ചോദിച്ചു. तो क्यों ऐसा केवल दिखावे के लिए कर रहे हो सब? എന്നിട്ടും മാറ്റമില്ല. फिर भी नहीं किया उन्होंने, फिर भी नहीं बदली वो। യോഗം കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞു, वचन पूरा हुआ, मीटिंग पूरी हुई, आशीष वचन बोल लिया, അപ്പോഴും അതിരിപ്പിരിക്കുക. और तब भी उन्होंने कहा, ഒടുവിൽ ചെന്ന് പരിശോധിക്കുമ്പോഴാണ് और അമ്മച്ചി മരിച്ചിരിക്കുക. और वहां पर जाकर जब पता किया सो नहीं रही, ഒടുവിൽ ഞങ്ങൾ അവിടെ चल बसी थी वो। ഈ ശവസംസ്കാരം എല്ലാം കഴിഞ്ഞാ വന്നത്. और उसके बाद पता क्या हुआ, ऐसा हो गया कि शव संस्कार भी कर कर हमको वापस लौटना पड़ा। ഈ സംഭവത്തിന് ശേഷം ആരെങ്കിലും യോഗത്തിൽ നിന്ന് ഉറങ്ങുന്നതാണ്ടാ എനിക്ക് പേടിയാ. और उसके बाद में जब कोई भी सोता हुआ दिखता है तो डर यहाँ पर पैदा हो जाता है। ഈ ഉറങ്ങുന്നല്ല വിഷയം, ഈ ഷാളൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയിരുന്ന് ഉറങ്ങല്ലേ. आप सो रहे हैं तो यूं पूरा शोल वगैरह बांधकर सो तो और डरावना लगता है, നിങ്ങൾ ആലോചിച്ച് വെള്ള ഷാളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഉറങ്ങിയാല് ഇവിടെ നിൽക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. क्योंकि जो पहले से पहना हुआ सफेद वाला है तो दिखने वाले को डर नहीं लगेगा तो और क्या लगेगा। അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങിക്കുവാന് പ്രശ്നമില്ല, इसलिए सोने में कोई दिक्कत नहीं है, ഷാൾ എടുക്കുക, ഉറങ്ങുക. लेकिन अपना शोल हटाकर सोइएगा അപ്പൊ നോർമൽ ആണെന്ന് നമുക്കും മനസ്സിലാവും. तो पता तो चले कि कोई सामान्य नींद ले रहा है। ശ്രദ്ധയോടെ ഇരിക്കാം. बड़े ध्यान से सुनिएगा। അപ്പൊ നമ്മള് രണ്ട് തടിക്കട്ടകളാണ് ആ മുഖം പറഞ്ഞത്. तो हमने परिचय में देखा कि दो तने वहां पर हैं, ഒന്ന് സിംപ്ലക്സ്, एक सिम्प्लेक्स है അത് കുത്തനെയുള്ള തടി, और जो ऊपर से नीचे का भाग है, രണ്ട് പാറ്റിബുലം, അത് വിലങ്ങനുള്ള തടി. और भी दूसरा पैट्रिकुलम है जो क्षैतिजीय तना है। അപ്പോൾ ഈ രണ്ട് തടികളിൽ വിലങ്ങൻ തടി മാത്രം ചുമന്നാൽ മതി. और उसमें जो क्षैतिजीय तना है केवल उसी को उठाना जरूरी है, ഇനി ആണി അടിക്കുന്നതിനും ചില രീതികളുണ്ട്. और उसको लगाने के भी कुछ तरीके हैं वहां पर। ഈ കൈവെള്ളയിലല്ല ആണി അടിക്കുക. जो कील ठोकते हैं वो हथेली में नहीं ठोकते हैं, ഈ ആണി അടിക്കുന്നതിന് മുമ്പ് അപ്പോത്തിക്കരി എന്ന് വിളിക്കുന്ന വൈദ്യൻ വരണം. और उससे पहले, मारने से पहले एक विद्वान आता है, एक एक वैद्य आता है जो ये जांचता है। ഈ വൈദ്യൻ വന്നിട്ട് ഇയാളുടെ നാഡീ ഞരമ്പുകൾ പരിശോധിച്ച ശേഷം ആണി അടിക്കേണ്ട ഒരു സ്പോട്ട് കണ്ടെത്തണം. और उसकी नसों को जांचने के बाद में उस जगह को वो नियत करता है जहां कील लग सकती है, ഇവിടെ ആകും വയ്ക്കാറ് റിസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. और वो अक्सर इस जगह पर होता है, അവിടെ മഷിക്ക് അടയാളപ്പെടുത്തണം. और वहां पर एक स्याही से निशान लगाते हैं, രണ്ട് കൈയിലും രണ്ട് കാലിലും. और दोनों हाथों में और दोनों पैरों में। കാലിനൊക്കെ അടിക്കുന്നത് ഒരു കാലിന്റെ മീതെ ആയതുകൊണ്ട് അതിസൂക്ഷ്മമായിരിക്കണം. और एक पैर पर दूसरा पैर रखकर मारते हैं, इसलिए बड़े ध्यान से ठोकना जरूरी होता है। ആണി ചതുര വടിവാണ്. और उसके लिए एक चतुर्भुज एक कील होती है, അഗ്രം നല്ല ഉരുണ്ടതാണ്, और उसके आगे का भाग गोल रहता है, മറ്റേ അഗ്രം നല്ല മുനയാണ്. और दूसरा भाग तीखा रहता है। ഇത് അടിക്കാൻ നിയോഗിക്കപ്പെട്ട ആരാച്ചാർമാർ 3 പേരുണ്ട്. और वहां पे 3 लोग होते हैं जो उसे ठोकने के लिए नियमित होते हैं, അവർ കൈകളിൽ അതെടുത്ത് പിടിക്കണം. और वे हाथों को पकड़ते हैं। അപ്പോൾ ശിക്ഷ നടപ്പിലാക്കുന്ന ആള് കുറ്റപത്രം വായിക്കും. उस समय जिसने सजा सुनाई थी वो दोष पत्र को पढ़ता है। നസ്രായനായ യേശു എന്ന താങ്കൾ एक नासरी यीशु नामक तुम റോമൻ നിയമത്തെ ലംഘിച്ചിരിക്കുന്നു. रोमी नियम का उल्लंघन कर चुके हो, നിങ്ങൾ ചെയ്ത കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. और तुमने जो यहाँ पे गलत किया वो हमें साबित हो चुका है। രാജ്യം ഭരിക്കുന്ന കൈസറുടെ നാമത്തിന്റെ മഹത്വത്തിനായി താങ്കളെ ഇതിനാൽ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ടു. और देश में शासन कर रहे कैसर को महिमा देते हुए आपको दंड की आज्ञा देते हैं। അതിനുശേഷം ഉച്ചത്തിൽ അവർ വിളിച്ചു പറയും, കൈസർ ജയിക്കട്ടെ, കൈസർ ജയിക്കട്ടെ എന്ന് വിളിച്ചു പറയും. और उसके बाद में कैसर जिंदाबाद ऊंची आवाज में उन्हें कहना होता है। ഇവിടെയൊക്കെ ഇങ്ങനെ പാസ്റ്റർമാരെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് ജയ ജയ ജയിക്ക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ. और यहाँ पर भी ऐसे ही विरोधी लोग हैं, ऐसा ही कुछ आजकल करवा रहे हैं। എന്നോടൊരാൾ ചോദിച്ചു, ഇങ്ങനെ ഈ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടോ പ്രാണൻ രക്ഷിക്കാൻ? तो किसी ने मुझसे ये पूछा कि जब लोग मजबूर कर लेते हैं तो गलत होता है तो भी क्या हम कर सकते हैं? ഞാൻ പറഞ്ഞ നിർബന്ധത്തിനൊന്നും വഴങ്ങണ്ട, അല്ലാതെ തന്നെ അങ്ങനെ പറയണം. तो मैंने कहा कि मजबूर करने तक इंतजार मत करना, पहले से ही कहना शुरू कर देना। നിങ്ങൾക്കും അങ്ങനെ പറയാം. तो आप भी ऐसा कह सकते हैं, കാരണം ഇയാൾ തോറ്റു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെങ്കിലും അതിനെ ജയിക്കട്ടെ. क्योंकि यहाँ पर पहले से ही पता है कि वो हारा हुआ और आपके कहने से लगता है कि जीत गया, तो रहने दो, जीतने दो ना उसको। മനസ്സിലായോ? समझ में आ रहा है कुछ?
അവൻ തോറ്റവൻ ജയിക്കട്ടെ എന്നാ പറഞ്ഞു. നമ്മളൊക്കെ എല്ലാ ആഗ്രഹം എല്ലാവരും ജയിക്കട്ടെ. यहाँ पर हारा हुआ खुद कह रहा है जिंदाबाद जिंदाबाद। आपके कहने से यदि उसको लग रहा है कि वो जिंदाबाद है तो होने दो। അപ്പൊ ഏഴ് വിളിച്ചു പറഞ്ഞു तो उसने कहा ആ കൈസർ ജയിക്കട്ടെ. कि कैसर जीवित रहे। ഈ ശബ്ദം അങ്ങോട്ട് കൂടുമ്പോൾ जैसे ये आवाज उठती है മൂന്നാളുകൾ ഒരുമിച്ച് ഈ ആണി കുത്തി ഇറക്കണം. और तीनों लोग जो नियत हैं वो इन कीलों को एक साथ ठोकते हैं। രക്തം ഇങ്ങനെ ചീറ്റി പുറത്തു വരും. उसमें से जो खून है वहां से छितर कर बहता है। അത് മുഴുവൻ രക്തം പോവില്ലെങ്കിൽ ഏകദേശം പോയി എന്ന് ഉറപ്പായാൽ और लगभग जब ऐसा लगे कि पूरा खून निकल चुका है ഈ ആണി ഒന്ന് തിരിക്കും. उस समय ये जो कील है थोड़ा और मोड़ते हैं। ഈ ആണി തിരിക്കുമ്പോൾ ഒരു ലോക്ക് വീഴുകയാണ്. और जब ये इसको मोड़ते हैं तो एक लोक वहां पे लगता है ഈ വെയിനെല്ലാം അങ്ങോട്ട് സ്ട്രക്ക് ആയിട്ട് രക്തഓട്ടം നിലയ്ക്കും. और वहां पर पूरी नसें और कस जाती हैं, खून बहना भी बंद हो जाता है। രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഒക്കെ ഏതാണ്ട് ഹൃദയത്തിന് നിലച്ചു. और जो दिल के अंदर खून साफ करने वाली जो प्रक्रिया है वो लगभग बंद हो जाती है। ഈ ശുദ്ധരക്തവും അശുദ്ധരക്തവും ഒക്കെ വേർതിരിക്കുന്ന ശരീരത്തിലെ പ്രക്രിയയെ കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ये शुद्ध रुधिर हो या अशुद्ध रुधिर हो उसके बारे में, शरीर में जो प्रक्रिया है उसके बारे में बताना मैं बहुत कुछ चाहता हूं, രണ്ട് ഡോക്ടർമാരുള്ളതുകൊണ്ട് ഞാനത് വിട്ടു. लेकिन यहाँ पे डॉक्टर जो यहाँ बैठे हैं इसलिए उसके बारे में मैं कुछ बताना नहीं चाहता। നിങ്ങൾ തന്നെയുള്ള ഞാൻ ഒരു മണിക്കൂർ അത് പറഞ്ഞു. यदि आप नहीं होते तो शायद मैं 1 घंटा उसके बारे में बताता। അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യും. और उसके शरीर के अंदर कार्बन डाइऑक्साइड की मात्रा बढ़ने लगती है। ഇയാൾ ചിലപ്പോൾ ഒരു കോമാ സ്റ്റേജിലേക്ക് പോകും. और ये व्यक्ति कोमा में चला जाता है പെട്ടെന്ന് മരിക്കില്ല. और उसी समय उसका वो मरता है। ഇങ്ങനെ ഏകദേശം 7 ദിവസം വരെയൊക്കെ മരിക്കാതെ കിടന്ന മനുഷ്യരുടെ ചരിത്രം. और ऐसे इतिहास में देखा गया है कि 7 दिन तक भी बिना मरे वहां पे पड़े रहते हैं। നമ്മുടെ കർത്താവ് തന്നെ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ 3 hours അങ്ങനെ കിടന്നു. और यीशु मसीह भी 6वें पहर से लेकर 9वें पहर तक वहां पर 3 घंटे वो वहां पर लटके रहे। ഈ ആണി തിരിച്ചിട്ട് തടിയിലേക്ക് അടിക്കുകയാണ്. और कील को मोड़कर फिर तने पर उसको भेदा जाता है। ഈ കൊണ്ടുചെന്ന മരത്തടിയും അവിടെ ഉണ്ടായിരുന്ന മരത്തടിയും ചേർത്ത് കയ്യിൽ കെട്ടിയ കയർ അഴിച്ച് പിണച്ച് വീണ്ടും കെട്ടുകയാണ്. और जिस तने को लेकर गए थे वहां पर पहले से ही तना वहां पर लगा हुआ था। जिस रस्सी में बांधकर लेकर गए थे खोलकर दोबारा उस तने से सटाकर उसे लटकाया जाता है। ഈ കുറ്റവാളിയുടെ കുറ്റം ഈ ക്രൂശിൽ മറ്റൊരു ബോർഡാക്കി തറച്ച് എഴുതി വെച്ചിരിക്കുന്നു. और जो आरोप उस व्यक्ति ने किया था उसको एक दोष पत्र के तौर पर उसके ऊपर बोर्ड भी लिख देते हैं। വഴിയോരത്താണ് ക്രൂശിക്കേണ്ടത്. और सड़क के किनारे किसी किनारे पर उसे क्रूस पर चढ़ाया जाता था। ഒരാളെ ഒറ്റയ്ക്ക് ക്രൂശിക്കുന്ന പതിവില്ല. किसी एक व्यक्ति को अकेले क्रूस पर नहीं चढ़ाया जाता था। നിർദ്ദിഷ്ട ദിവസം കണ്ടുപിടിച്ച് ഒന്നിലേറെ ആളുകളെ നിരത്തി ക്രൂശിക്കുന്നതാണ് പതിവ്. पहले से ही एक दिन को नियत करके कुछ और भी लोग जब वहां पर जुड़ जाते एक साथ क्रूस पर चढ़ाते थे। ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരം നിലത്തിറക്കി കിടത്തരുത്. और क्रूस पर जो चढ़ गया उसका शरीर नीचे जमीन पर रखना मना है। ഈ ഭൂമി റോമക്കാർക്ക് ദേവതയാണ്. और ये धरती भी उनके लिए, रोमियों के लिए भी एक देवी है। ഈ കൊടും കുറ്റവാളിയുടെ മൃതശരീരം, ആരോപണബാധിതന്റെ മൃതശരീരം നിലത്തിറക്കി കിടത്തരുത്. आरोपी हो या हत्यारा हो उसका शव धरती पर लगना वर्जित था। അത് അവരുടെ മതവികാരം വ്രണപ്പെടുത്തും. क्योंकि उससे उनकी धार्मिक संवेदनाएं विघटित हो सकती हैं। ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരം തീക്കുള്ളിൽ ദഹിപ്പിക്കരുത്. തീ അല്ലെങ്കിൽ അഗ്നി അവർക്ക് ദേവനാണ്. क्रूस पर चढ़े हुए व्यक्ति के शरीर को अग्नि में जलाना भी मना था क्योंकि वो भी उनके लिए एक देवता है। ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരം നദിയിൽ ഒഴുക്കരുത്. അത് കടലിൽ ചെന്ന് ചേരും. നദിയും കടലും ജലത്തിന്റെ ഈ രൂപങ്ങൾ ജലദേവതയാ. और जो क्रूस पर जो गया हुआ शरीर है उसको किसी नदी या समुद्र में भी नहीं बहाया जा सकता क्योंकि वो भी जल देवता है। ഈ ശരീരം ക്രൂശിൽ തന്നെ കിടക്കണം. और वो शरीर क्रूस पर ही लटका रहे। രാത്രിയിലെ കൊടിയ തണുപ്പ്, रात की कठोर ठंड പകലിലെ കനത്ത ചൂട്, और 2 दिन की भरी धूप, ഇതിലേക്ക് പ്രാണികൾ ധാരാളം പറന്നു വരും. और इनमें बहुत सारे पक्षी भी आते हैं। പലതരം ജീവജാലങ്ങൾ അടുത്തു വരും. कई प्रकार के पक्षी जानवर साथ करीब आते हैं। കാക്കയും കഴുകനും പറന്നു വരും. कोए गिद्ध आते हैं।
പക്ഷികൾ വന്ന് കണ്ണ് കൊത്തിപ്പൊടിക്കും, और पक्षी आकर इनकी आंखों को नोच लेते हैं, കവിള് കൊത്തിപ്പറിക്കും, उनके गालों को नोच लेते हैं ശരീരത്തിന്റെ മാംസമൊക്കെ അവ ഭക്ഷിക്കും. और शरीर के मांसों को लोट को वो खाना शुरू करते ഈ हैं കുടലൊക്കെ തുറിച്ച് താഴെ വീഴും. और ये सारे शरीर के भाग नीचे गिरने लगते हैं. അത് ഭക്ഷിക്കാൻ തെരുവ് നായ്ക്കൾ ഓടി വരും. उसको खाने के लिए कुत्ते आते हैं वहां. നരിച്ചീറുകളും കടവാതിലുകളും തെരുവ് നായ്ക്കളും കുറുക്കന്മാരും ഒക്കെ വന്ന് സംഗമിക്കുന്ന ഏറ്റവും ഭീതിജനകമായ സ്ഥലമാണ് ക്രൂശുമരണത്തിന് തിരഞ്ഞെടുക്കുന്നത്. इस प्रकार खाने के लिए वहां जितने भी जानवर मौजूद हैं, इन जानवरों की उपस्थिति से भरा एक भयानक स्थान बन जाता है क्रूस का स्थान. ഇത് പെരുവഴിയുടെ ഓരത്തായതുകൊണ്ട് യാത്രക്കാർ കടന്നു പോകുമ്പോൾ അവർക്ക് ഈ സ്മെല്ല് വരും, ദുർഗന്ധം പുറത്തു വരും. और क्योंकि ये सड़क के किनारे पर होता था, रास्ते में चलने वालों के मन को इसकी दुर्गंध आने लगती थी. ആ ദുർഗന്ധത്തിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ ക്രൂശിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നതാണ് ഇവന്റെ കുറ്റം. और जब दुर्गंध का कारण पता करते तो पता चलता, क्रूस पर लिखा गया बोर्ड बताता इसकी ये उसने गलत किया है. ഈ വഴിയാത്രയിലൊക്കെ ഇവന്റെ കുറ്റത്തെ ഇവനെയും ശപിച്ചുകൊണ്ട് അത് പാപത്തിന്റെ ദുർഗന്ധം, മ്ലേച്ഛതയുടെ ദുർഗന്ധം, അനീതിയുടെ ദുർഗന്ധം എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയണം. और वहां से गुजरने वाला हर व्यक्ति उस पाउस के कारण को पढ़ने के बाद में जो वहां पर उसके अपराध की गंध है, पाप की गंध है, अशुद्धि की गंध कहता हुआ, कोसता हुआ वहां से होकर जाता रहता है. അവിടെ നിന്ന് നോക്കുന്നവന് ക്രൂശിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താ? और जब दुनिया देखती है तो क्रूस पर से उनको क्या संदेश मिलता है? അവർക്ക് ഭയമുളവാകും, उनमें डर पैदा होता है, അറപ്പുളവാകും, उनके अंदर नफरत आती है, വെറുപ്പ് വരും, घृणा आती है, ഒരു ശുഭചിന്തയുമില്ല, कोई अच्छा विचार उनमें नहीं आता, അവർക്ക് നിരാശ വരും, उनमें निराशा आती है, ഭാരം വരും, बोझ आता है, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. सारी आशाएं खत्म लगती हैं. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത, जहां आशा नहीं दिख रही, ശുഭചിന്തകളൊന്നും പറയാനില്ലാത്ത, कोई भी अच्छी बात जहां नहीं मिल रही, അറപ്പും വെറുപ്പും തോന്നുന്ന केवल घृणा और नफरत देने वाले ഈ ഉപകരണത്തെ ചൂണ്ടിക്കാട്ടി इसी उपकरण को दिखाकर പൗലോസ് മാത്രം പറയാണ്, केवल पौलुस कहता है ആ ക്രൂശ് എനിക്ക് പ്രശംസയാ.